വർഷത്തെ ഹജ്ജ് കർമ്മങ്ങൾക്കായി ഹാജിമാർ മിനായിലേക്ക് പുറപ്പെട്ടു. നാളെ പുലർച്ചെ വരെ ഇന്ത്യൻ ഹാജിമാർ മിനായിലേക്ക് വിവിധ ബസ്സുകളിലായി എത്തും. ഹജ്ജ് കർമ്മങ്ങൾക്ക് നാളെയാണ് ഔദ്യോഗികമായി തുടക്കമാവുക. ഹജ്ജിലെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമം ചൊവ്വാഴ്ചയാണ്. കനത്ത ചൂടിലാണ് ഇത്തവണയും ഹജ്ജ് എത്തുന്നത്. ഹാജിമാർക്ക് ജാഗ്രതാ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. 1.25 ലക്ഷം ഇന്ത്യക്കാരടക്കം 20 ലക്ഷത്തിനടുത്ത് ഹാജിമാർ ഇത്തവണ എത്തുമെന്നാണ് കണക്ക്. അഫ്താബ് റഹ്മാൻ മക്കയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ഈ വർഷത്തെ ഹജ്ജ് കർമ്മങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഹാജിമാർ മിനായിലേക്ക് ഇന്ന് പുറപ്പെടുകയാണ്. നാളെയാണ് ഔദ്യോഗികമായി ഹജ്ജ് കർമ്മങ്ങൾക്ക് തുടക്കമാകുന്നത്. ഇന്നിപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഹാജിമാരെല്ലാവരും തന്നെ മിനായിലേക്ക് പുറപ്പെടുവാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി അവരുടെ ബാഗേജുകളും മറ്റുമെല്ലാം തയ്യാറാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. നാളെയാണ് ഹജ്ജിലെ ഏറ്റവും പ്രധാനപ്പെട്ട യൗമുൽ തർവിയ എന്നറിയപ്പെടുന്ന ഹജ്ജിൻ്റെ ആദ്യ ദിനം. അതായത് പണ്ട് കാലത്തൊക്കെ ഹജ്ജിന് വെള്ളമെല്ലാം ശേഖരിച്ചുകൊണ്ട് ഹാജിമാർ ഹജ്ജിലേക്കുള്ള കാത്തിരിപ്പ് നടത്തിയിരുന്ന ദിവസമായിരുന്നു അത്. ആ നിലക്ക് ഒന്നാമത്തെ ദിനം നാളെ ഹജ്ജിന് ആരംഭം കുറിക്കുകയാണ്. മറ്റന്നാളാണ് ഹജ്ജിലെ സുപ്രധാനമായിട്ടുള്ള അറഫ സംഗമം. ഏതാനും ഹാജിമാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അവർ അല്പസമയത്തിനകം ബസ്സിൽ കയറിക്കൊണ്ട് മിനായിലേക്ക് പുറപ്പെടും. ഒന്നാമതായിട്ട് നമ്മളോടൊപ്പം ചേരുന്നത് നഹാസ് മാളയാണ്. എന്താണ് ഇന്നിപ്പോൾ ഇവിടെ എത്തിയതിനു ശേഷം ഉണ്ടാകുന്ന ഹാജിമാർക്കുള്ള പ്രധാനപ്പെട്ട കർമ്മങ്ങൾ? ഹജ്ജിൻ്റെ മനാസിക്കുകൾ, അതായത് ദുൽഹജ്ജ് മാസത്തിലെ വളരെ പ്രധാനപ്പെട്ട ഹജ്ജിൻ്റെ കർമ്മങ്ങൾ നാളെയാണ് അത് സമാരംഭം കുറിക്കുന്നത്. യൗമുൽ തർവിയയിലേക്കുള്ള ഒരു പോക്ക് ഇന്ന് തന്നെ, തലേദിവസം തന്നെ അവിടേക്ക് മുത്തവീഫുകളുടെ നേതൃത്വത്തിൽ ഇന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സംഘത്തിൻ്റെ ഊഴത്തിനായി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാളെ പ്രധാനമായും മിനയിൽ തങ്ങുക എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട മബീത്ത് ബി മിന, മിനയിൽ തന്നെയുള്ള രാപ്പാർക്കലാണ് നാളെ ഉള്ളത്. അതിൽ എന്തൊക്കെ കർമ്മങ്ങളായിരിക്കും നാളെ മിനായിൽ ചെയ്യേണ്ടവ, ഒരു തയ്യാറെടുപ്പ് എന്നുള്ള നിലയ്ക്ക്? വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളായ അറഫയും അതിനുശേഷം വരുന്ന യൗമുൻ നഹറിന് മുമ്പുള്ള ഒരു മാനസികമായ ആത്മീയമായൊരു തയ്യാറെടുപ്പാണ് യഥാർത്ഥത്തിൽ മിനയിലുള്ളത്. മിനയിൽ ഹാജിമാർ കൂടുതലും തൽബിയത്തും അതോടൊപ്പം തന്നെ തക്ബീറും തഹ്ലീലുമൊക്കെയായി കൂടുതൽ സമയം ചെലവഴിച്ച് തമ്പുകളിൽ കഴിഞ്ഞുകൂടുകയാണ് ചെയ്യുക. മറ്റ് സമയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി, അതല്ലെങ്കിൽ ഒരുപക്ഷെ ഇസ്ലാമിലെ തന്നെ വളരെ അപൂർവമായി തന്നെ എല്ലാ വക്തുകളും ഖസ്റാക്കിക്കൊണ്ട് നമസ്കരിക്കുന്ന, എല്ലാ വക്തുകളും ഖസ്റാക്കിക്കൊണ്ട് ചേർത്ത് നമസ്കരിക്കുകയല്ല, അത് ചെറുതാക്കി. ഇപ്പോൾ 4 റക്കാത്തുള്ളത് 2 റക്കാത്തായി ളുഹറിൻ്റെ സമയത്തും അസറിൻ്റെ സമയത്തും അങ്ങനെ ഖസ്റാക്കി നമസ്കരിക്കുന്ന രീതിയാണ് മിനയിൽ ഉള്ളത്. അപ്പോൾ ഈ ഒരു തരത്തിലാണ് നാളെ കാര്യമായിട്ട് ഹാജിമാർക്കുള്ളത്. അതിന് മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പ് തന്നെയാണ്. സ്വാഭാവികമായിട്ടും വരുന്ന 2-3 ദിവസങ്ങൾക്കുള്ളിൽ ഹാജിമാർക്ക് വലിയ കായികാധ്വാനമുള്ള കർമ്മങ്ങളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമസ്കാരം ഉൾപ്പെടെ അത് ലഘൂകരിച്ചുകൊണ്ടാണ് ഹാജിമാർ നാളെ നിർവഹിക്കുക. എന്തൊക്കെ തരത്തിലുള്ള തയ്യാറെടുപ്പാണ് പൂർത്തിയത്? മാനസികമായിട്ടൊക്കെ ഒരുങ്ങുക, കാരണം ഇനി വലിയ തിരക്ക് പിടിച്ച കർമ്മങ്ങൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും എല്ലാ ഒരുക്കങ്ങളിലും ഒരുങ്ങിയിട്ടാണ് ഹജ്ജ് ചെയ്യാൻ വന്നിട്ടുള്ളത്. എല്ലാ പ്രാർത്ഥനകളും ഹജ്ജിനായിട്ടുള്ള ലബൈക്ക് അല്ലാഹുമ്മ ലബൈക്ക് ലബൈക്ക് ലാ ശരീക ലക ലബൈക്ക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക എന്ന പ്രാർത്ഥനയോടുകൂടി അപ്പോൾ ഈ ഒരു തരത്തിൽ ഹാജിമാർ മിനായിലേക്ക് നീങ്ങാനുള്ള ഒരുക്കത്തിലാണ്. ഈ വർഷത്തെയും പ്രധാനപ്പെട്ട വെല്ലുവിളി ഹാജിമാർക്ക് ചൂട് തന്നെയാണ്. കഴിഞ്ഞ വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഈ വർഷം ചൂട് അല്പം അധികം അനുഭവപ്പെടുന്ന സാഹചര്യമുണ്ട്. ഹജ്ജിൻ്റെ പുണ്യ കർമ്മങ്ങൾ നടക്കുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അറഫ, മിന, മുസ്ദലിഫ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ, അത് കൂടുതൽ ശീതീകരണ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്ന സ്ഥലം കൂടിയാണ്. അതേസമയം തന്നെ തമ്പുകൾക്ക് പുറത്ത് ഹാജിമാർക്ക് വലിയ തോതിൽ ചൂട് അനുഭവപ്പെടുന്ന സാഹചര്യമുണ്ടാകും. ഇത് ഒഴിവാക്കുവാൻ വേണ്ടിയുള്ള ഭൗതികമായുള്ള പരമാവധി സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എങ്കിൽ പോലും വരും ദിവസങ്ങളിൽ ഈ ചൂട് വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്നുള്ള ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ മുന്നറിയിപ്പ് നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായിരുന്നാലും വരും മണിക്കൂറുകളിൽ ഹാജിമാരുടെ ഒഴുക്ക് മിനായിലേക്ക് തുടരും. നാളെ വൈകിട്ട് വരെ ഹാജിമാർ മിനായിൽ എത്തുന്നത് തുടരും. പ്രത്യേകിച്ച് സൗദിക്കകത്തു നിന്നുള്ള ഹാജിമാർ നാളെ പകലൊക്കെയാണ് മിനായിലേക്ക് എത്തിച്ചേരുക. മറ്റന്നാൾ അറഫ സംഗമത്തിലേക്ക് പുറപ്പെടുവാൻ വേണ്ടി നാളെ രാത്രിയോട് കൂടിയാണ് ഹാജിമാർ മിനായിൽ നിന്നും അറഫയിലേക്ക് നീങ്ങുക. ഈ തരത്തിൽ ഇനിയുള്ള ദിവസങ്ങൾ ഹാജിമാരെ സംബന്ധിച്ചോളം ഏറ്റവും കായികാധ്വാനമുള്ള, ഏറെ നടക്കേണ്ട, ഒരുപാട് കിലോമീറ്ററുകൾ സഞ്ചരിക്കേണ്ട ദിവസങ്ങൾ കൂടിയാണ് വരുന്ന 2-3 ദിവസങ്ങൾക്കകം നടക്കാനിരിക്കുന്നത്. അതുകൊണ്ട് ആ തരത്തിലുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കുവാൻ വേണ്ടി മാനസികമായി ഒരുങ്ങിക്കൊണ്ടാണ് ഹാജിമാർ ഇവിടെ നിന്നും മിനായിലേക്ക്, മക്ക നഗരിയിൽ നിന്നും മിനായിലേക്ക് യാത്രയാകുന്നത്.